ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള ഒരു റിനോവേഷൻ വർക്കിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഇത് ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ എല്ലാ ഒരു ഏരിയയും, അതായത് അപ്പർ ലിവിങ്, പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള 2 ബെഡ്റൂം, ഒരു സ്റ്റഡി റൂം, പിന്നെ ഒരു ബാക്ക് യാർഡ്, ഫ്രണ്ട് യാർഡ്, ഇത്രയും ഏരിയകളുടെ ഇൻറ്റീരിയർ മെയിനായിട്ട് ചെയ്യാനായിട്ടായിരുന്നു നമുക്ക് ഏറ്റവും ആദ്യം എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഏറ്റവും ആദ്യം സൈറ്റ് വിസിറ്റ് ഒക്കെ നടത്തി. അപ്പൊ എങ്ങനെയാണ് സൈറ്റ് വിസിറ്റിന് ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ ഇന്റീരിയർ ഉണ്ടായിരുന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണുന്ന പോലെയായിരുന്നു സൈറ്റിന്റെ ഏകദേശം കണ്ടീഷൻ ആയിരുന്നത്. അപ്പൊ ഈ ഒരു പ്രൊജക്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് നമ്മൾ ഈ വീടിന്റെ തന്നെ ഒരു കിച്ചൺ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു കിച്ചൺ, അതൊരു കിച്ചൺ എക്സ്റ്റൻഷൻ ആയിരുന്നു. ആ ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്തു കൊടുത്ത് ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വർക്ക് നമുക്ക് അവിടെയുള്ള ഒരു പരിചയത്തിലുള്ള ഒരു കാർപ്പൻറ്റർ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളായിരുന്നു നമ്മൾ തന്നെ അന്ന് ആ വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ വർക്ക് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അവർക്ക് അവരുടെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് ഇന്റീരിയറിന്റെ പാർട്ട് അവർക്ക് ചെയ്യണം എന്ന് തോന്നിയപ്പോൾ അവർ നമ്മളെ തന്നെ കണക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഇന്റീരിയറിന്റെ വർക്ക് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൽ അപ്പർ ലിവിങ്, അതുപോലെ തന്നെ 2 ബെഡ്റൂം, പിന്നെ ഒരു ഫ്രണ്ട് യാർഡ്, ബാക്ക് യാർഡ്, ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള വർക്കായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു ലേഔട്ട് സെറ്റ് ചെയ്തു. അതിനനുസരിച്ച് അവരുടെ വാർഡ്രോബ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് പുതിയൊരു തീമിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തു കൊടുത്തത്. ക്ലയൻറ്റിൻ്റെ പേര് നഫ്സൽ എന്നായിരുന്നു. അപ്പോൾ ക്ലയൻറ്റ് നല്ലൊരു ക്ലയൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളോട് അത്രയധികം നല്ല രീതിയിൽ കോഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് കൂടിയായിരുന്നു നഫ്സൽ. നഫ്സലായിരുന്നു ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് നമ്മളെ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഫാമിലി മൊത്തമായിട്ടായിരുന്നു അവരുടെ ഡിസിഷൻസ് ഒക്കെ ഫൈനലൈസ് ചെയ്തിരുന്നത്. അപ്പോൾ അപ്പർ ലിവിങ് നമ്മൾ ചെയ്തു, അതിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും അതിലേക്ക് പരമാവധി അതൊക്കെ ചെയ്തെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ക്ലയൻറ്റ് കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം കറക്ഷൻസോ എഡിറ്റിങ്ങോ ഒന്നും നമുക്ക് അധികം വന്നില്ല. അങ്ങനെയായിരുന്നു നമ്മൾ അപ്പർ ലിവിങ് ചെയ്തു. അതുപോലെ തന്നെ നഫ്സലിൻ്റെ ബെഡ്റൂം ചെയ്തു, നഫ്സലിൻ്റെ സിസ്റ്ററിൻ്റെ ബെഡ്റൂം ചെയ്തു, പിന്നെ ഒരു ബാക്ക് യാർഡ് ചെയ്തു. ബാക്ക് യാർഡിൽ നമ്മൾ ഒരു പാർട്ടി ഏരിയ പോലെയൊക്കെയാണ് ബാക്ക് യാർഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് നമ്മുടെ സീരീസ് ലൈറ്റ് ഒക്കെ കൊടുത്ത്, ഒരു ഗ്രില്ലിംഗ് സെറ്റപ്പ് ഒക്കെ കൊടുത്ത്, അങ്ങനെയാണ് ബാക്ക് യാർഡ് ചെയ്തിട്ടുള്ളത്. ഒരു നൈറ്റ് വൈബിലാണ് ബാക്ക് യാർഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് യാർഡ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ഫ്രണ്ട് യാർഡ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചെറിയൊരു മിനി ഒരു ബാർ എന്നുള്ള, ഒരു ഓപ്പൺ ബാർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഇന്റീരിയറും ഫ്രണ്ട് യാർഡും അതുപോലെ തന്നെ ബാക്ക് യാർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ക്ലയൻറ്റ് അടുത്തൊരു റിക്വയർമെന്റ് ആയിട്ട് വന്നു. അവർക്ക് അതിന്റെ ഫ്രണ്ട് ലാൻഡ്സ്കേപ്പ് ഡിസൈനും അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൽ ചെറിയൊരു കളർ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം അവർക്കുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു പാഷിയോ, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ വേണമെന്നുണ്ടെന്നുകൊണ്ട് പിന്നീടാണ് നമ്മൾ അതിന്റെ എക്സ്റ്റീരിയർ പാർട്ടിലേക്കുള്ള ഒരു റിനോവേഷൻ നമ്മൾ ചെയ്തത്. അപ്പോൾ ഏകദേശം 2 വട്ടം ഞാൻ അവിടെ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം ഇന്റീരിയറിന്റെ പാർട്ടിന് വേണ്ടിയിട്ടും പിന്നീട് നമ്മൾ അതിന്റെ എക്സ്റ്റീരിയർ പാർട്ടിന് വേണ്ടിയിട്ട് 2 വട്ടമായിട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത ഒരു സൈറ്റ് കൂടിയാണ്. എന്നിട്ടാണ് നമ്മൾ അതിന്റെ ഇന്റീരിയർ പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് എക്സ്റ്റീരിയർ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എക്സ്റ്റീരിയർ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് നമ്മൾ അതും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പ്ലാൻഡ് അല്ലാണ്ട് ഡിസൈൻ ചെയ്യാതെ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയും അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അതിന് പുതിയൊരു ഫേസ് ഷിഫ്റ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ എക്സ്റ്റീരിയർ ഡിസൈനും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിലൊക്കെ അവർക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഒരു പഴയൊരു ടൈപ്പാണ്. അപ്പോൾ കുറേ ഒരു ബൗണ്ടറി വാളിൻ്റെ ഉള്ളിൽ ഒരു ബൗണ്ടറി വാൾ ഉള്ള രീതിയിലേക്ക് ആയിരുന്നു. പിന്നെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ ആയിട്ട്, അപ്പം അതൊക്കെ കാണാത്ത രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ കൺസീൽ ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ പുതിയ ലാൻഡ്സ്കേപ്പിന്റെ ലേഔട്ടും അതിന്റെ ഡിസൈനും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ ഇതേപോലെ തന്നെ വേറൊരു പ്രൊജക്റ്റുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.